കാട്ടുതീ പടരുന്ന കാനഡയിൽ സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. കാനഡയുടെ നിരുത്തരവാദപരമായ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. കാനഡയിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ നിരവധി US നഗരങ്ങളിൽ പുക പടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ കാനഡയിൽ ഈ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കാനഡയുടെ നിരുത്തരവാദപരമായ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുമെന്നും ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പക്ഷേ തീർച്ചയായും നിലവിൽ കാനഡയ്ക്ക് ചുമത്തിയിരിക്കുന്ന താരിഫിന് പുറമെ ഈ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും അതുപോലെ തന്നെ കാട്ടുതീ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വനസംരക്ഷണം നടത്തുന്നതിലും വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 890ഓളം കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിൽ കാട്ടുതീ പടരുകയാണ് കാനഡയിൽ. ഒന്റാറിയോ അതുപോലെ തന്നെ മനിറ്റോബ മേഖലകളിലാണ് വൻതോതിൽ കാട്ടുതീ പടരുന്നത്. പല പ്രശ്നങ്ങളും കാട്ടുതീന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഗിരിവർഗ വിഭാഗങ്ങൾ കാര്യമായ രീതിയിൽ കൃഷിക്കാരുടെ ആവശ്യത്തിനായി തീയിടുന്നതാണ് ഒരു പ്രധാന പ്രശ്നമെന്ന് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അതിശക്തമായ തീ പടർന്ന ഒരു സാഹചര്യമാണ് കാനഡയിലെ പല വനമേഖലകളിലും ഉള്ളത്. 111 വനമേഖലകളിൽ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തീ പടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വൻതോതിൽ പുക പടരുന്ന ഒരു സാഹചര്യം അമേരിക്കയിലെ പല നഗരങ്ങളിലും വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത്. പലയിടങ്ങളിലും വലിയ തോതിൽ പുക പടർന്ന് അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി മാറുകയും ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ വ്യക്തമായി പറയുന്നത്, ഇനിയും ഇത്തരത്തിലുള്ള വനസംരക്ഷണ സംവിധാനങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. വനസംരക്ഷണ നടപടികളിൽ വീഴ്ച വരുന്നത് വൻതോതിൽ തീപടരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വനങ്ങളും, അതായത് ചോലവനങ്ങളും അതുപോലെ തന്നെ വൻതോതിലുള്ള വന പ്രദേശങ്ങളിലുമെല്ലാം തന്നെ തീപടരുന്ന ഒരു സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അധിക താരിഫ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ, നിലവിലെ ചുമത്തിയ താരിഫിന് പുറമെ വീണ്ടും ഈ വൈൽഡ് ഫയറുമായി ബന്ധപ്പെട്ട താരിഫ് ചുമത്തുമെന്നൊരു മുന്നറിയിപ്പും അതുപോലെ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ടെലിഫോണിൽ വിളിച്ച് ഇക്കാര്യം സംസാരിക്കുമെന്ന നിലപാടും ട്രംപ് അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിൽ അവിടെ പുക പടരുന്ന ഒരു സാഹചര്യം, വൻ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ആളുകൾക്ക് പുറത്തിറങ്ങാനാവാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നൊരു നിലപാടാണ് കാനഡ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിൽ പുക പടരുന്ന ഒരു പശ്ചാത്തലം വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലും കാനഡയിലും. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.